ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമസഭയിലുണ്ടായ അവരുടെ ഒളിച്ചോട്ടാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു, പത്രങ്ങൾ മുഴുവൻ എഴുതുന്നു, അതൊക്കെ അത്ര ഭയങ്കരമായ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമസഭ ആരംഭിച്ചു. നിയമസഭ ആരംഭിച്ചപ്പോൾ നിയമസഭയിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ഇവർക്ക് ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. അതാണ് എല്ലാ സന്ദർഭത്തിലും പാർലമെൻ്ററി വ്യവസ്ഥയനുസരിച്ച് ഉന്നയിക്കുക. അടിയന്തര പ്രമേയം നൽകാതെ അസംബ്ലി തുടങ്ങിയ നിമിഷം തന്നെ പ്രതിപക്ഷ നേതാവ് അത് കലക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ മന്ത്രിമാരുൾപ്പെടെ പറഞ്ഞു, നിങ്ങൾക്ക് അടിയന്തര പ്രമേയം നൽകുക, നോട്ടീസ് കൊടുക്കാം. പക്ഷേ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ ഈ പറഞ്ഞ സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്തെ സംവിധാനം ഉൾപ്പെടെ കൊടിമരം ഉൾപ്പെടെ വാഹനം ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതുകൊണ്ട് അതിന് തയ്യാറാവാതെ അസംബ്ലി തന്നെ ഒഴിവാക്കി ഓടിപ്പോകുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ഇതാണ് ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരവസ്ഥ. അപ്പോൾ നിയമസഭയിൽ നിന്ന് അവർക്ക് ഒളിച്ചോടേണ്ടുന്ന അവസ്ഥയുണ്ടായി. മന്ത്രിമാർ വെല്ലുവിളിച്ച് പറഞ്ഞു, നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുപോകാം, നമുക്ക് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം. അതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രയാസം. അടിയന്തര പ്രമേയം കൊണ്ട് ഇറങ്ങിപ്പോകാൻ പ്രശ്നമില്ല. പക്ഷേ അടിയന്തര പ്രമേയം വരികയും അതിൻ്റെ മേലെ ചർച്ച നടത്തുകയും ചെയ്താൽ പ്രതിക്കൂട്ടിലാവും എന്ന് മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു കോർപ്പറേഷനിൽ ഭൂരിപക്ഷമില്ലെങ്കിലും ഒന്നാമത്തെ കക്ഷി എന്ന രീതിയിൽ ഭരണത്തിലേക്ക് വന്ന BJP ഞങ്ങൾ കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായ തിരുവനന്തപുരത്തിൻ്റെയും സമഗ്രമായ വികസനത്തിന് പ്രധാനമന്ത്രി വന്ന് ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്നവർ പറഞ്ഞിരുന്നു. വികസന പാക്കേജ് പ്രഖ്യാപിക്കും എന്നും BJP പ്രഖ്യാപനം നടത്തിയിരുന്നു. പ്രധാനമന്ത്രി വന്നു എന്നുള്ളതും പ്രധാനമന്ത്രി രാഷ്ട്രീയമായൊരു പ്രസംഗം നടത്തി പോവുകയും ചെയ്തു എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ അവിടെ എത്തിയ പ്രധാനമന്ത്രി വരുമ്പോഴും തിരിച്ചു പോകുന്നതിന് ശേഷവും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദർശിച്ച പശ്ചാത്തലത്തിൽ ലഭിക്കുമെന്നായിരുന്നു. ഒന്നും ലഭിച്ചില്ല എന്നുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെയുള്ള ഒരു അനുഭവമാണ് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിച്ച് ഒരു കാര്യവും പ്രഖ്യാപിക്കാതെ വികസനത്തിൻ്റെ കാര്യം മിണ്ടാതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി പോകുന്ന നില ഉണ്ടായിട്ടുള്ളത്. അത് വലിയ രീതിയിലുള്ളൊരു കബളിപ്പിക്കൽ പ്രസ്ഥാനമായിട്ട് മാറി എന്ന് ജനങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ട വേറൊരു കാര്യം, 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടവും കൂടി ഒറ്റ ഘട്ടമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ചിത്രം. ഇത് ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ സംഭവമാണ്. ഒരു കൊല്ലം കൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സീപോർട്ടായി തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് 2024 ഡിസംബർ 3-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം യഥാർത്ഥത്തിൽ ഒരു തുറമുഖത്തിനും ലഭിക്കാത്ത രീതിയിലുള്ള സ്വീകാര്യത നമുക്ക് ലഭിക്കുകയുണ്ടായി. 15.13 ലക്ഷം TMU കൈകാര്യം ചെയ്തു എന്നതാണ് ഇപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.
രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശേഷി 10 ലക്ഷം TUവിൽ നിന്ന് 50 ലക്ഷം TUവായി അത് ഉയർത്തും എന്നുള്ളതാണ്. അതോട് ഒരു 3-4 വലിയ കപ്പലുകൾക്ക് ഒരേ സമയം അടുക്കാനുള്ള സാഹചര്യവും അവിടെ ഉണ്ടാവും. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വേണം അതിനെ കാണാൻ. ഇത് യഥാർത്ഥത്തിൽ ഒരു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള മലയോര ഹൈവേ, തീരദേശ ഹൈവേ, അങ്ങനെയുള്ള നിരവധി പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഒപ്പം വേണം നമുക്ക് വിഴിഞ്ഞൻ പദ്ധതിയെയും അതിൻ്റെ സമഗ്രമായ വികസനത്തെയും കാണാൻ. തുറമുഖം രൂപപ്പെട്ടു വരുന്നതിനിടയിൽ വലിയ കലാപം തന്നെ സൃഷ്ടിക്കാൻ പ്രതിപക്ഷം വന്ന് നേതൃത്വം കൊടുത്തിരുന്നു എന്നുള്ള കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത്, പത്രം ഉൾപ്പെടെ, നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ. ഈ പദ്ധതി അവസാനിപ്പിച്ച് ഞങ്ങൾ അടങ്ങൂ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവുകളെ അത് അവിടെ ചർച്ച ചെയ്തില്ല എന്നുള്ളത് ശരിയാണ്. നമുക്കറിയാലോ